ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത്. 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളായിരുന്നു പലപ്പോഴായി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്നും നഷ്ടമായത്. ഇടമലക്കുടി റേഷൻ തട്ടിപ്പിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. സിവിൽ സപ്ലൈസ് വിജിലൻസ് ഓഫീസർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശമുള്ളത്. ഇടമലക്കുടിയിലെ ഗോഡൌണിലും റേഷൻ കടകളിലും വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പ് കണ്ടെത്തുന്നതിനോ പരിശോധന നടത്തി നടപടികൾ എടുക്കുന്നതിനോ ഉദ്യോഗസ്ഥർ ശ്രമിച്ചില്ല. 2 മാസത്തിലൊരിക്കൽ പോലും റേഷൻ കടകളിലെത്തി പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങൾ റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളായിരുന്നു പലപ്പോഴായി ഇടമലക്കുടിയിലെ റേഷൻ കടകളിൽ നിന്നും നഷ്ടമായത്. സംഭവത്തിൽ വിതരണ ചുമതലയുണ്ടായിരുന്ന ഗിരിജൻ സൊസൈറ്റി സെക്രട്ടറിക്കെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. താലൂക്ക് സപ്ലൈ ഓഫീസറുടെ പരാതിയിലാണ് കേസ്. റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാതെ ദുരുപയോഗം ചെയ്തതിലൂടെ 26.99 ലക്ഷം രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായെന്ന് കാട്ടി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. SHO ജെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. സിറ്റി വിഷൻ, മൂന്നാർ.